സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന ദുരന്ത ലഘൂകരണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്ര വിഹിതത്തിലും കേരളത്തോട് കടുത്ത അവഗണന. 15 സംസ്ഥാനങ്ങൾക്കായി 1115 കോടി രൂപ അനുവദിച്ചപ്പോൾ കേരളത്തിന് ലഭിച്ചത് വെറും 72 കോടി വിഹിതം മാത്രം. ഉത്തരാഖണ്ഡ്, മഹാരാഷ്ട്ര, ഹിമാചൽ സംസ്ഥാനങ്ങൾക്ക് 140 കോടി വീതം അനുവദിച്ചപ്പോഴാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോടുള്ള വിവേചനം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല സമിതിയാണ് ദുരന്ത ലഘൂകരണ പ്രതിരോധ ഫണ്ടുകളുടെ വിഹിതം നിശ്ചയിച്ചത്. 1115 കോടി 67 ലക്ഷം രൂപ 15 സംസ്ഥാനങ്ങൾക്കായി കേന്ദ്ര വിഹിതം അനുവദിച്ചപ്പോൾ കേരളത്തിന് ലഭിച്ചത് വെറും 72 കോടി മാത്രം. മാത്രമല്ല, പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളായ കർണാടകയ്ക്ക് 72 കോടി, തമിഴ്നാട് 50 കോടി, ബംഗാൾ 50 കോടി എന്നിങ്ങനെ മാത്രമാണ് കേന്ദ്ര വിഹിതം. 1000-ലധികം കോടി രൂപയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വെറും 195 കോടി അനുവദിച്ചപ്പോൾ പ്രകൃതിക്ഷോഭങ്ങൾ വലിയ നാശം വിതയ്ക്കാത്ത വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് 378 കോടിയും അനുവദിച്ചു. ഉത്തരാഖണ്ഡിനും ഹിമാചൽ പ്രദേശിനും 139 കോടി വീതം അനുവദിച്ചപ്പോൾ മഹാരാഷ്ട്രയ്ക്ക് 100 കോടിയും അനുവദിച്ചു. ഈ വർഷം മാത്രം സംസ്ഥാനങ്ങൾക്ക് SDRF ഫണ്ടായി 21,476 കോടി രൂപ അനുവദിച്ചതായും കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നു. എന്നാൽ ഈ മാസം ആദ്യം കേന്ദ്രം നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് 1000 കോടിയിലധികം ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് കേന്ദ്ര വിഹിതം അനുവദിച്ചപ്പോഴും കേരളത്തിന് അന്ന് കിട്ടിയത് വെറും 145 കോടി മാത്രം. ഒക്ടോബർ മാസത്തിൽ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി 675 കോടി രൂപ അനുവദിച്ചപ്പോൾ കേന്ദ്ര പട്ടികയിൽ കേരളത്തിന്റെ പേര് പോലും ഉണ്ടായിരുന്നില്ല. ഗുജറാത്തിന് 600 കോടിയും മണിപ്പൂരിന് 50 കോടിയും ത്രിപുരയ്ക്ക് 25 കോടിയും അനുവദിച്ചു. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ധനസഹായം ആവശ്യപ്പെട്ട് കേരളം നിരവധി തവണ കേന്ദ്രത്തെ സമീപിക്കുമ്പോഴാണ് ഈ അവഗണന ആവർത്തിക്കുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.